ദക്ഷന്റെ അപമാനത്തിൽ ആദിശക്തി രൂപത്തിൽ അഗ്നിയിൽ ദേഹത്യാഗം ചെയ്ത സതീദേവി ഹിമവാനെയും മൈനവതിയുടെയും മകളായി പുനർജനിച്ചു. ചെറുപ്പം മുതലേ അവൾ ശിവനിലേക്ക് ആകർഷിക്കപ്പെടുകയും ശിവനെ വിവാഹം കഴിക്കാൻ പ്രതിജ്ഞയെടുക്കുകയും ചെയ്തു. എന്നിരുന്നാലും സതിയെ ഓർത്ത് ദുഃഖിച്ചിരുന്ന ശിവൻ ധ്യാനത്തിൽ മുഴുകിക്കഴിഞ്ഞു. ശിവന്റെ പ്രണയം നേടാൻ ദൃഢനിശ്ചയം ചെയ്ത പാർവതി വർഷങ്ങളോളം കഠിനമായ തപസ്സിൽ ഏർപ്പെട്ടു. കഠിനമായ സാഹചര്യങ്ങളിൽ തപസ്സു ചെയ്തു. കഠിനമായ കാലാവസ്ഥയെ സഹിച്ചു. ഭക്ഷണം കഴിക്കാതെ ശിവനോടുള്ള തന്റെ ഭക്തിയിൽ പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അവളുടെ അചഞ്ചലമായ സമർപ്പണം കണ്ട് പ്രണയത്തിന്റെ ദേവനായ കാമദേവൻ ശിവനെ തപസ്സിൽ നിന്നും ഉണർത്തി പാർവതിയുടെ പ്രണയ സാഫല്യത്തിനായി സഹായിക്കാനെത്തി. കാമദേവൻ ശിവന്റെ വികാരങ്ങളെ ഉണർത്താനായി ധ്യാനത്തിൽ മുഴുകിയിരിക്കുന്ന മഹാദേവന് നേരെ പുഷ്പശരങ്ങൾ ഇതു. ഇതിൽ കോപാകുലനായ ശിവൻ തന്റെ മൂന്നാം കണ്ണ് തുറന്ന് കാമനെ ചുട്ടരിച്ചു. എന്നിരുന്നാലും പാർവതിയുടെ ഭക്തിയിലും സമർപ്പണത്തിലും പ്രചോദിതനായ ശിവൻ ഒടുവിൽ അവളെ തന്റെ ഭാര്യയായി സ്വീകരിച്ചു. മഹാദേവൻ കാമദേവനെ പുനർജനിപ്പിച്ചു. എല്ലാ ദേവന്മാരും ഋഷിമാരും ആ സ്വർഗീയ വിവാഹത്തിൽ പങ്കെടുത്തു. ഒരു പക്ഷേ ശിവപാർവതി സംഗമം പ്രപഞ്ചത്തിന് അനിവാര്യവുമായിരുന്നു.